ഹായ് നമസ്കാരം. എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വൈറസ് പടർത്തുന്ന രോഗങ്ങളെക്കുറിച്ചുമാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാക്ടീരിയ പടർത്തുന്ന രോഗങ്ങളെക്കുറിച്ചും കാര്യമായി നോക്കി. ഇന്ന് നമ്മൾ വൈറസ് രോഗങ്ങളെക്കുറിച്ചുമാണ്. ആദ്യം തന്നെ എന്താണ് വൈറസ് എന്ന് നോക്കാം. വൈറസ് എന്ന് വെച്ചാൽ ഒരു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA ഈ തന്മാത്രകൾ മാത്രമുള്ള ഒരു ലഘുവായ ഘടനയാണ് വൈറസിന് ഉള്ളത്. അതായത് സാധാരണയുള്ള ജീവകോശങ്ങളിൽ നിന്ന് വൈറസ് വ്യത്യാസമാകുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഈ സാധാരണയുള്ള ജീവകോശങ്ങളിലുള്ള കോശാംഗങ്ങൾ നമുക്ക് വൈറസിൽ കാണുവാൻ സാധിക്കില്ല. ഇനി വൈറസ് എങ്ങനെയാണ് പെരുകുന്നത്? ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. എന്താണ് ആതിഥേയ കോശങ്ങൾ? ആതിഥേയ കോശങ്ങൾ എന്ന് വെച്ചാൽ ജീവനുള്ള ഒരു ജീവി, അതായത് ജീവനുള്ള മനുഷ്യനാവാം, സസ്യങ്ങളാവാം, ജന്തുക്കളാവാം. ജീവനുള്ള ഒരു ശരീരത്തിലേക്ക് വൈറസ് കയറിക്കടന്നതിന് ശേഷം മാത്രമേ ആ വൈറസിന് പെരുകുവാനുള്ള സാഹചര്യം ലഭിക്കുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈറസുകൾ മനുഷ്യനെ മാത്രമല്ല ബാധിക്കുക, സസ്യങ്ങളെ ബാധിക്കാം, മറ്റ് ജന്തുക്കളെ ബാധിക്കാം. ഇതേപോലെ തന്നെ ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെ പോലും നമ്മുടെ വൈറസുകൾക്ക് ബാധിക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഈ 2020 തുടക്കം മുതൽ തന്നെ കൊറോണ വൈറസ് നമുക്ക് പരിചിതമായി തുടങ്ങിയിട്ടുണ്ട്. വൈറസ് എത്രത്തോളം നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ വൈറസിൻ്റെ രോഗങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ വൈറസിൻ്റെ രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് എഡ്വേർഡ് ജെന്നർ. എന്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത? ഇദ്ദേഹമാണ് ആദ്യമായിട്ട് വാക്സിൻ നമ്മുടെ ശാസ്ത്ര ലോകത്തിന് സംഭാവന ചെയ്തത്. വാക്സിൻ ആദ്യമായി കണ്ടുപിടിച്ച വ്യക്തിയാണ് എഡ്വേർഡ് ജെന്നർ. ഓർത്തു വയ്ക്കുക, എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. ആദ്യമായിട്ട് വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് എഡ്വേർഡ് ജെന്നർ. ഇദ്ദേഹം ഏത് വാക്സിൻ കണ്ടുപിടിച്ചതോടുകൂടിയാണ് ഏത് രോഗത്തിനുള്ള വാക്സിനാണ് കണ്ടുപിടിച്ചത്? സ്മോൾ പോക്സ് അഥവാ വസൂരി എന്ന രോഗത്തിനാണ് വാക്സിൻ കണ്ടുപിടിച്ചത്. നമുക്കറിയാം, പല സിനിമകളിലും പല ബയോഗ്രഫികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വസൂരി ഒരു കാലത്ത് വളരെയധികം മനുഷ്യനെ ആശങ്കപ്പെടുത്തിയൊരു രോഗമാണ്. ആ രോഗത്തിൻ്റെ ശമനത്തിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ കണ്ടുപിടിച്ച വ്യക്തിയാണ് എഡ്വേർഡ് ജെന്നർ. അതിലൂടെയാണ് ശാസ്ത്രലോകത്തിന് വാക്സിൻ എന്ന കൺസെപ്റ്റ് തന്നെ എഡ്വേർഡ് ജെന്നറിന് നൽകുവാൻ സാധിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിനെ ഓർത്തു വയ്ക്കുക. എഡ്വേർഡ് ജെന്നർ എന്ന് പറയുമ്പോൾ വാക്സിൻ എന്ന് നിങ്ങൾക്ക് ഓർമ്മ വരണം. ഇനി നമ്മൾ വൈറസ് രോഗങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ നമ്മളെ വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിരിക്കുന്ന ആദ്യത്തെ രോഗം ഏതാണ്? COVID-19. എല്ലാവർക്കും അറിയുന്ന രോഗമാണ് COVID-19 വൈറസ്. നോവൽ കൊറോണ വൈറസ്. എവിടെയാണ് ഇത് ആദ്യമായി കണ്ടുപിടിച്ചത്? ചൈനയിലാണ്. എപ്പോഴാണ്? 2019 അവസാന കാലഘട്ടങ്ങളിലാണ് ചൈനയിൽ ആദ്യമായിട്ട് ഈ വൈറസിനെ കണ്ടെത്തുന്നത്. ഇതിൻ്റെ സിംറ്റംസും എങ്ങനെയാണിത് പകരുന്നത്, പ്രിവെൻഷൻ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇപ്പം ഈ കറണ്ട് അഫയേഴ്സിൽ കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു രോഗമാണ് COVID-19. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് നമുക്ക് വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ബേസിക് എന്ന രീതിയിൽ ഞാൻ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് പറയാം. ഫീവർ ഉണ്ടാകാറുണ്ട്, കഫ് ഉണ്ടാവാറുണ്ട്, ചുമ, പനി. നമുക്ക് കൊറോണ ബാധിച്ച ഒരാൾക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി, അതായത് ശ്വാസം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അതേപോലെ തന്നെ പേശിവേദന, മസിലുകൾക്ക് വേദന, ടയേർഡ്, ക്ഷീണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്ന സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ. പിന്നെ എന്ത് ചെയ്യണം ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? നമുക്കറിയാം, സോഷ്യൽ ഡിസ്റ്റൻസിങ്. ഇതൊക്കെ അതെങ്ങനെ? മറ്റു വ്യക്തികളുമായിട്ടുള്ള കോണ്ടാക്റ്റ് കുറയ്ക്കുക, നമ്മുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ച് എപ്പോഴും കഴുകുക. അതേപോലെ തന്നെ നമുക്ക് ചുമയോ അങ്ങനെ എന്തൊക്കെയോ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളാരെ മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുക. ഇത്രയാണ് COVID-19 ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വേറൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ എന്ന് നോക്കാം. നമുക്ക് പരിചിതമായ സാധാരണ ജലദോഷം മുതൽ പോളിയോ വരെ വൈറസ് രോഗങ്ങളാണ്.
അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഇടയിലുള്ള പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തേത് കോമൺ കോൾഡ്, ഏതാണ്? ജലദോഷം. രണ്ടാമത്തത് മംസ് എന്ന് വെച്ചാൽ മുണ്ടിനീര് എന്നതാണ്. ചെറുപ്പത്തിലൊക്കെ നമുക്ക് വളരെയധികം പരിചിതമായ രോഗമാണിത്, മംസ്, മുണ്ടിനീര്. പിന്നെയുള്ളത് മീസൽസ് എന്ന് പറഞ്ഞാൽ അഞ്ചാം പനി. മീസൽസ്, അഞ്ചാം പനി. ഹെപ്പറ്റൈറ്റിസ് നമുക്ക് പരിചിതമാണ്. ഡെങ്കു വളരെയധികം ഫെമിലിയറായ പേരാണ്. ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്. പിന്നെ പോളിയോ മൈലൈറ്റിസ്, അത് അല്ലെങ്കിൽ പോളിയോ രോഗം. ഏതൊക്കെയാണ് വൈറൽ ഡിസീസസ്? കോമൺ കോൾഡ് അല്ലെങ്കിൽ ജലദോഷം, മംസ് അല്ലെങ്കിൽ മുണ്ടിനീര്, മീസൽസ് അല്ലെങ്കിൽ അഞ്ചാം പനി, ഹെപ്പറ്റൈറ്റിസ്, ഡെങ്കു, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, പോളിയോ. ഇതിനെക്കുറിച്ച് ചെറിയ രീതിയിൽ ഞാനൊന്ന് പറയാം, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ആദ്യത്തേത് കോമൺ കോൾഡ് അല്ലെങ്കിൽ ജലദോഷം. ഇത് റൈനോ വൈറസ്, അറിയുന്നതായിരിക്കും, കേട്ട് പരിചിട്ടുണ്ടാവും. റൈനോ വൈറസ് എന്ന ഗ്രൂപ്പിൽ പെടുന്ന വൈറസസ് ആണ് പ്രധാനമായിട്ടും കോമൺ കോൾഡ് ഉണ്ടാക്കുന്നത്. ഇത് വളരെയധികം കോമൺ ആണ്, പെട്ടെന്ന് പകരുന്ന രോഗമാണ്. അതായത് സ്പ്രെഡ് റേറ്റ് വളരെയധികം കൂടുതലാണ്. സാധാരണ തന്നെ സെൽഫായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനും എങ്ങനെയാണ് സെൽഫായിട്ട് ഡയഗ്നോസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു രോഗമാണ്. നമ്മുടെ ഇടയിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു രോഗമാണ്. രണ്ടാമത്തേത് മംസ് അല്ലെങ്കിൽ മുണ്ടിനീര്. അതും ഒരു വൈറൽ രോഗമാണ്, അല്ലെങ്കിൽ ഒരു വൈറസ് മുഖേന ഉണ്ടാകുന്ന രോഗമാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇത് നമ്മുടെ ഉമിനീർ ഗ്രന്ഥികളെയാണ് ബാധിക്കുക, അല്ലെങ്കിൽ സലേവറി ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ ഉമിനീർ ഗ്രന്ഥികളെ ബാധിക്കുന്ന രോഗമാണ് മുണ്ടിനീര് അല്ലെങ്കിൽ മംസ്. ഇത് ഉമിനീർ ഗ്രന്ഥികൾ വീക്കം ഉണ്ടാവുകയാണ്. ചെറുപ്പത്തിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും ഉമിനീർ ഗ്രന്ഥികളിലെ വീക്കം കാരണം സ്കൂളിലൊക്കെ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻസ് കുറേ പേർക്ക് ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടായിട്ടുണ്ടു. അതൊക്കെ സാധാരണയായി ആ ഒരു കാലഘട്ടത്തിൽ കാണുന്ന രോഗങ്ങളാണ്. പിന്നെയുള്ള രോഗമാണ് മീസൽസ് അല്ലെങ്കിൽ അഞ്ചാം പനി. ഇത് ഒരു പാരാമിക്സോ വൈറസ് എന്ന ഫാമിലിയിൽ പെട്ടതാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ഏത് ഫാമിലിയാണെന്നുള്ളതൊന്നും കാര്യമില്ല, അതൊന്നും നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടുള്ള, രോഗമായിട്ടൊന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. മീസൽസ് എന്ന് പറഞ്ഞാൽ വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണെന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. ഇത് പകരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ്, അതായത് രോഗമുള്ള വ്യക്തിയുമായിട്ട് നേരിട്ട് സമ്പർക്കം മൂലം വായുവിലൂടെ പകരുന്ന രോഗമാണ് മീസൽസ് അല്ലെങ്കിൽ അഞ്ചാം പനി. ഇത് നമ്മുടെ ശ്വാസകോശത്തെയാണ് ബാധിക്കുക. ഇത് നമ്മുടെ മനുഷ്യരിൽ മാത്രം കണ്ടുവരുന്ന ഒരു രോഗമാണ്. ആനിമൽസിൽ അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളിലൊന്നും ഈ രോഗം കാണാറില്ല. പിന്നെയുള്ള രോഗമാണ് ഡെങ്കു. നമുക്കറിയാം എങ്ങനെയാണ്, മോസ്കിറ്റോ അല്ലെങ്കിൽ കൊതുക് വഴി പകരുന്ന രോഗമാണ് ഡെങ്കു. അതേപോലെ തന്നെ പകരുന്ന വേറൊരു രോഗം കൂടിയുണ്ട്, ചിക്കൻ ഗുനിയ. ഡെങ്കു, ചിക്കൻ ഗുനിയ ഇത് രണ്ടും മോസ്കിറ്റോ വഴി പകരുന്ന രോഗങ്ങളാണ്. ഏതാ മോസ്കിറ്റോ? നമുക്കറിയാവുന്ന മോസ്കിറ്റോ തന്നെയാണ് ഈഡിസ് ഈജിപ്തി, അല്ലേ? ഒരു ഫീമെയിൽ മോസ്കിറ്റോ വഴിയാണ് ഇത് പകരുന്നത്. ഫീമെയിൽ മോസ്കിറ്റോ ഏത് സ്പീഷീസിൽപ്പെട്ടതാണ്? ഈഡിസ് ഈജിപ്തി. ഇതൊക്കെ നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള രോഗങ്ങളാണ്. മോസ്കിറ്റോ അല്ലെങ്കിൽ കൊതുക് വഴി പകരുന്ന ബാക്കി രോഗങ്ങൾ ഏതൊക്കെയായിരുന്നു? ചിക്കൻ ഗുനിയ, യെല്ലോ ഫീവർ, ഇതൊക്കെ കൊതുക് വഴി പകരുന്ന മറ്റ് രോഗങ്ങളാണ്. പിന്നെയുള്ളത് ചിക്കൻ പോക്സ് നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ്. ഇങ്ങനെയാണ്, ചെറുപ്പകാലത്തൊക്കെ കുറേ പേർക്ക് ചിക്കൻ പോക്സ് വന്നിട്ടുണ്ടാവും. ഇത് വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന ഒരു വൈറസ് കാരണമാണ് ഈ ചിക്കൻ പോക്സ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഇത് പകരുന്നത്? റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്, അതായത് തുപ്പലുകളിലൂടെയൊക്കെയാണ്, അല്ലെങ്കിൽ ആ രോഗമുള്ള വ്യക്തിയുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയൊക്കെയാണ് ഈ രോഗം പടരുന്നത്. ഇൻഫെക്റ്റഡ് ആയത്, അതായത് രോഗമുള്ള ഒരു വ്യക്തിയിൽ നിന്ന് രോഗമില്ലാത്തൊരു വ്യക്തിയിലേക്ക്. അത് നമുക്ക് ചിക്കൻ പോക്സ് ഉള്ള ഒരു വ്യക്തി ഉപയോഗിച്ച സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാറില്ല, വ്യക്തിയുമായിട്ട് അടുത്ത് നമ്മൾ ഇടപഴകാറില്ല. അപ്പം നമുക്ക് മനസ്സിലാക്കുക എങ്ങനെയാണ് ഇത് പകരുന്നത് എന്നുള്ള കാര്യം നമുക്ക് അതുവഴി ഓർത്ത് വയ്ക്കാം. പിന്നെയുള്ളത് പോളിയോ ആണ്. ഇത് ഇപ്പോൾ വളരെയധികം കുറവാണ്. പോളിയോ നമ്മുടെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയൊക്കെയാണ് ഈ പോളിയോ ബാധിക്കുക. അപ്പോൾ പോളിയോ മൈലൈറ്റിസ് അല്ലെങ്കിൽ പോളിയോ രോഗം ഒരു വൈറസ് രോഗമാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞ് ഏതൊക്കെ രോഗങ്ങളാണ് വൈറസ് രോഗങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ കോമൺ കോൾഡ് അല്ലെങ്കിൽ ജലദോഷം, മുണ്ടിനീര്, അഞ്ചാം പനി, ഹെപ്പറ്റൈറ്റിസ്, ഡെങ്കു, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, പോളിയോ ഓർത്ത് വയ്ക്കാം. ഇനി നമ്മൾ SCERT ബുക്കിലുള്ള
കുറച്ച് വൈറൽ രോഗങ്ങളെക്കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ രോഗം നിപ്പ. അതും ആരും മറന്നു കാണില്ല, ഒരു കാലത്ത് വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ഒരു രോഗമാണ് നിപ്പ. എങ്ങനെയാണ് നിപ്പ പകരുന്നത്? വവ്വാലുകൾ. നിപ്പ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്താണ്? വവ്വാല്. കിണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വവ്വാലിനെ കണ്ടുപിടിച്ചു എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിപ്പ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിപ്പയുടെ രോഗകാരി അല്ലെങ്കിൽ നിപ്പ വൈറസിൻ്റെ വാഹകരായിട്ട് മനസ്സിലേക്ക് വരേണ്ടത് വവ്വാലിനെയാണ്. അപ്പം ഈ വവ്വാലുകൾ കഴിച്ച ഭക്ഷണം വഴി അല്ലെങ്കിൽ ഈ വവ്വാലിൻ്റെ അവശിഷ്ടങ്ങൾ വഴിയൊക്കെയാണ് ഈ രോഗമില്ലാത്ത വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ മറ്റു ജീവികളിലേക്കോ പകരുന്നത്. അപ്പോൾ ഈ വവ്വാലിൻ്റെ കഴിച്ച ഭക്ഷണം കഴിക്കുന്ന വേറൊരു ജീവി നമ്മൾ കഴിക്കുന്നത് മൂലവും ഈ നിപ്പ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്താം. അപ്പം നമുക്ക് എന്താ ഓർക്കുക? നിപ്പ എന്ന് പറയുന്നത് ഒരു വൈറസ് രോഗമാണ്. മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നിപ്പ എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് രോഗമാണ്. രണ്ടാമത്തെ വൈറസ് രോഗമാണ് എയ്ഡ്സ്. എല്ലാവർക്കും അറിയാം, HIV, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. HIV അറിയാം, എയ്ഡ്സ് അറിയാം. എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്താണ്? അക്യൂർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഈ എയ്ഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തെ തന്നെ ഭീതിയിലാഴ്ത്തിയ, അതായത് നമ്മുടെ ലോകത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഒരു രോഗമാണ് എയ്ഡ്സ്. ഇത് നമ്മുടെ ഈ എയ്ഡ്സ് നമുക്ക് ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മളിൽ സാധാരണ കണ്ടുവരുന്ന രോഗങ്ങൾ മൂലം പോലും നമ്മൾ മരണപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇത് നമ്മുടെ ലിംഫോസൈറ്റ്സുകളെയാണ്, അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നൽകുന്ന ലിംഫോസൈറ്റുകളെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്നത്. ഇത് എങ്ങനെയാണ് പടരുന്നത് അല്ലെങ്കിൽ പകരുന്നത് എന്ന് നോക്കാം. എങ്ങനെയാണ്? HIV ഉള്ള ഒരാളുമായിട്ട് അടുത്ത് സമ്പർക്കത്തിൽ ഏർപ്പെടുമ്പോൾ, അതായത് അവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അതും അല്ലെങ്കിൽ HIV ആയ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് വരാം, അതും അല്ലെങ്കിൽ HIV രോഗിയിലേക്ക് ഉപയോഗിച്ച സിറിഞ്ചുകൾ അല്ലെങ്കിൽ സൂചികൾ അത് രോഗമില്ലാത്തൊരു വ്യക്തിയിലേക്ക് കുത്തിവയ്ക്കുന്നതിലൂടെ നമുക്ക് HIV ലഭിക്കാം. അതും അല്ലെങ്കിൽ HIV ഉള്ള ഒരു രോഗിയുടെ രക്തം നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കുന്നത്. രക്തം മാത്രമാവില്ല, അവരുടെ അവയവങ്ങളൊക്കെ വേറൊരാൾ സ്വീകരിക്കുമ്പോൾ അയാൾക്കും HIV രോഗം പിടിപെടാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു വൈറൽ രോഗമാണെന്ന് ഓർക്കുക. എങ്ങനെയാണ് അത് പടരുന്നത് എന്ന് ഓർക്കുക. നമ്മുടെ ലിംഫോസൈറ്റ്സുകളെയാണ് അത് ബാധിക്കുന്നത് എന്ന കാര്യം ഓർക്കാം. ഡിസംബർ 1 പ്രത്യേകത എല്ലാവർക്കും അറിയാം, വേൾഡ് എയ്ഡ്സ് ഡേ ആണ്. വേൾഡ് എയ്ഡ്സ് ഡേ ആണ് ഡിസംബർ 1. പിന്നെ അതിൻ്റെ 2 ടെസ്റ്റുകളാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എയ്ഡ്സിന് അല്ലെങ്കിൽ HIV ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ടെസ്റ്റുകളാണ് LICയും വെസ്റ്റേൺ ബ്ലോട്ടും. ഈ 2 പേരുകൾ ഒന്ന് ഓർക്കുക. എലൈസ ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് HIV ഓർമ്മ വരണം. എലൈസ വെസ്റ്റേൺ ബോൾട്ട് എന്ന് പറയുന്നത് ടെസ്റ്റ് ഫോർ HIV ആണ്. HIV ടെസ്റ്റ് ചെയ്യാനുള്ള 2 ടെസ്റ്റുകളാണ് LICയും വെസ്റ്റേൺ ബ്ലോട്ടും. മൂന്നാമത്തെ രോഗമാണ് SCRTയിൽ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് നിങ്ങൾക്കറിയാവുന്നതായിരിക്കും. ഹെപ്പറ്റൈറ്റിസ് ഒരു കരളിനെ ബാധിക്കുന്ന ഒരു രോഗമാണ്. ഇതും എന്തുമൂലം ഉണ്ടാകുന്നതാണ്? വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. ഇതിന് പ്രധാനമായിട്ട് ഈ ഹെപ്പറ്റൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കരൾ വളരെയധികം വീങ്ങും. അതായത് കരളിനുണ്ടാകുന്ന വീക്കമാണ് പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസിൻ്റെ ലക്ഷണം. ഇതുവഴി കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പിത്തരസം തടയപ്പെടുകയും ഈ പിത്തരസം ബിലിറുബിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ അളവ് രക്തത്തിൽ കൂടുകയും, അതായത് രക്തത്തിൽ ബിലിറുബിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ കണ്ണിലും നഖത്തിനും ഒക്കെ മഞ്ഞ നിറം നൽകും. കണ്ണൊക്കെ മഞ്ഞ കളറാവുക, നഖം മഞ്ഞ കളറാവുകയൊക്കെ ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് എങ്ങനെയാണ് പടരുന്നത്? മലിനമായ ആഹാരം, ജലം, വിസർജ്യ വസ്തുക്കൾ എന്നിവയിലൂടെയാണ് രോഗം പ്രധാനമായിട്ടും വ്യാപിക്കുന്നത്. ഇതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് തന്നെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്.
ഇങ്ങനെ 5 ഹെപ്പറ്റൈറ്റിസ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതിൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എയ്ഡ്സിൽ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് എയ്ഡ്സ് പകരുന്നതെന്ന്. അതേ രീതിയിൽ തന്നെ പകരുന്ന ഒരു രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. അതായത് രക്തത്തിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയൊക്കെ പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഹെപ്പറ്റൈറ്റിസ് ബി ചോദ്യം അധികമായിട്ട് ചോദിക്കുന്നത് കാണാറുണ്ട് നമുക്ക് ചോദ്യങ്ങളിൽ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞ വൈറസ് രോഗങ്ങൾ എന്ന് നോക്കാം. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? എന്താണ് വൈറസ് എന്ന് പറഞ്ഞു. വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ ഒന്നുകിൽ ഒരു DNA ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു RNA ഉണ്ടാവും. ഈ വൈറസ് മറ്റ് ജീവകോശങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നത്? ഇവർക്ക് കോശാംഗങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പം ഈ വൈറസസിന് എന്താണ് ഒരു ആതിഥേയ കോശങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഈ ആതിഥേയ കോശങ്ങൾ അല്ലെങ്കിൽ ജീവനുള്ള വേറൊരു കോശം അല്ലെങ്കിൽ വേറൊരു ശരീരം ഇതിന് ആവശ്യമാണ്. എന്തിനാണ്? പെരുകാൻ വേണ്ടിയിട്ട് ആവശ്യമാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് എഡ്വേർഡ് ജെന്നർ എന്ന് പറയുന്നത്. എഡ്വേർഡ് ജെന്നറാണ് വാക്സിൻ കണ്ടുപിടിച്ചത്. ഏത് രോഗത്തിനായിരുന്നു ആദ്യമായിട്ട് വാക്സിൻ കണ്ടുപിടിച്ചത്? സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരി. അദ്ദേഹത്തിനെ കൂടെ ഒന്ന് ഓർക്കാം. പിന്നീട് നമ്മൾ പറഞ്ഞു COVID-19 കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. കാര്യമായിട്ട് ഇപ്പോൾ നടക്കുന്ന ഓരോ കൺസെപ്റ്റുകളും കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ തന്നെ നമ്മൾ COVID-19 കുറിച്ച് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് മാത്രമായിട്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന ഒരു 5-6 രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു, വൈറസ് രോഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയായിരുന്നത്? ജലദോഷം അല്ലെങ്കിൽ കോമൺ കോൾഡ്, മംസ് അല്ലെങ്കിൽ മുണ്ടിനീര്, മീസൽസ് അല്ലെങ്കിൽ 5-ാം പനി. പിന്നെ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് പറഞ്ഞു, ഡെങ്കു പനിയെ കുറിച്ച് പറഞ്ഞു, ചിക്കൻ ഗുനിയെ പറഞ്ഞു, ചിക്കൻ പോക്സിനെ കുറിച്ച് പറഞ്ഞു, പോളിയോനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഈ പേരുകൾ പ്രധാനമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ വൈറസ് മൂലം ഉണ്ടാകുന്നതാണ് എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കുക. എങ്ങനെയാണ് കോമൺ കോൾഡ് വരുന്നത് എന്ന് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. മംസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മീസൽസ്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ രോഗങ്ങൾ ഓർമ്മിക്കാനുള്ള ഒരു സഹായത്തിന് മാത്രമാണ്. അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ടുണ്ടാവില്ല. ഇതൊക്കെ വൈറസ് പടർത്തുന്ന രോഗങ്ങളാണ് എന്ന് മാത്രം ഒന്ന് ഓർപ്പിക്കുക. പിന്നെയുള്ളത് നിപ്പ വൈറസിൻ്റെ കാര്യം ഓർമ്മിക്കുക. പിന്നെയുള്ളത് എയ്ഡ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എയ്ഡ്സിൽ ഏത് രോഗകാരിയാണെന്ന് പഠിച്ചു. അതേപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ ഏത് ലിംഫോസൈറ്റ്സുകളെയാണ് ബാധിക്കുക എന്ന് പഠിച്ചു. ഇത് എങ്ങനെയാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് എന്ന് പഠിച്ചു. അതേപോലെ തന്നെ വേൾഡ് എയ്ഡ്സ് ഡേ December 1 എന്നുള്ള കാര്യം മറക്കാൻ പാടില്ല. പിന്നെ 2 ടെസ്റ്റുകളെക്കുറിച്ച്, LICയും വെസ്റ്റേൺ ബ്ലോട്ട് എന്നുള്ള 2 ടെസ്റ്റുകളെക്കുറിച്ചും ഓർമ്മിച്ച് വയ്ക്കുക. ലാസ്റ്റ് രോഗമാണ് ഹെപ്പറ്റൈറ്റിസ് കരളിനെ ബാധിക്കുന്ന രോഗമാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇത് എങ്ങനെയാണ് പടരുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കൂടുതലായിട്ട് ഹെപ്പറ്റൈറ്റിസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ABCDE വരെയുള്ള ഹെപ്പറ്റൈറ്റിസ് വിഭാഗങ്ങളുണ്ട്. അതിൽ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് എയ്ഡ്സ് പോലെ തന്നെ പകരുന്നൊരു രോഗമാണ്. അതായത് ശരീര ദ്രവങ്ങളിലൂടെയും അല്ലെങ്കിൽ രക്തത്തിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് ബി പടരുന്നത്. ഇനി നമ്മൾ വൈറസ് ഭാഗത്ത് നിന്ന് ചോദിച്ച ഒരു 3 ക്വസ്റ്റ്യൻസുകളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് ഈ ക്ലാസ് കേട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താഴെ പറയുന്നവയിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത് ബാക്ടീരിയ കാരണമല്ലാതെ ഉണ്ടാകുന്ന രോഗം, ഡിഫ്തീരിയ, ന്യൂമോണിയ, ടൈഫോയിഡ്, ചിക്കൻ പോക്സ് എന്നീ ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട്. മൂന്നാമത്തെ രോഗം ഹെപ്പറ്റൈറ്റിസ് ബി എങ്ങനെയാണ് പകരുന്നത്. ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഉത്തരങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ഓൾ ദി ബെസ്റ്റ്. ഗുഡ് നൈറ്റ്.